Hello, good morning. Session 40. We go to the predicate today. We have been discussing the subject so far, the different aspects of the subject. Now we go to the second part of the sentence, the predicate part. കർത്താവ് സബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രെഡിക്കേറ്റ് എന്നുള്ള അതിൻ്റെ ആഖ്യാതം എന്ന് മലയാളത്തിൽ പറയുന്നതിൻ്റെ രണ്ടാം ഭാഗം അതിലേക്ക് പോവുകയാണ്. ഓക്കെ, ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദാറ്റ്, ജസ്റ്റ് ബ്രീഫ്ലി ഗോ ത്രൂ വാട്ട് എവർ തിങ്സ് വി ഹാവ് സ്പോക്കൺ അബൌട്ട് ദ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് എന്നുള്ള ഒരു എലിമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നാം പറഞ്ഞ കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് ഓർത്ത് നോക്കാം. Okay, when you speak of the subject, we have seen that any part of speech can be the subject. That is one thing. Second thing, there should be clarity about the subject. Okay, we are defining something, we are specifying something when we use a subject. This is the second thing we said. And the third thing is that there should be a complete sense of the subject when we speak of the subject, because what follows the subject is complementing that particular meaning. Okay, that meaning which is signifying the subject, which is referring to the subject. And most importantly, what we have said is that the subject needs to be thought in terms of its name, its quality, its character, its nature, its category, etc., etc. Okay, so we need to have a complete and a detailed idea of what the subject is before we go on to write the predicate. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ്ജക്റ്റിനെ കുറിച്ച് നാം ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, സബ്ജക്റ്റിനെ കുറിച്ചുള്ള പൂർണ്ണമായ ധാരണയോട് കൂടി മാത്രമേ സബ്ജക്റ്റ് ഉപയോഗിക്കാവൂ, സബ്ജക്റ്റ് എഴുതാവൂ എന്നുള്ള കാര്യം. രണ്ടാമത്, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നതിലെ ഏത് ഐറ്റത്തിന് വേണമെങ്കിലും, ഏത് യൂണിറ്റിന് വേണമെങ്കിലും ഒരു സബ്ജക്റ്റായി ഒരു വാചകത്തിൽ പ്രത്യക്ഷപ്പെടാം എന്നുള്ള ഒരു കാര്യം. മൂന്നാമത്തത്, സബ്ജക്റ്റ് എന്നുള്ളത് എപ്പോഴും ഒരു നെയിമിംഗ് തിങ് ആണ്. ഓക്കെ, ഒരു നെയിമിംഗ് തിങ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡൂയിങ് ദ വർക്ക് ഓഫ് എ നൗൺ എന്നുള്ളത് കണ്ടു. അടുത്ത കാര്യം, ഒരു സബ്ജക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ സംബന്ധിക്കുന്ന അതിൻ്റെ പേര്, അതിൻ്റെ തരം, അതിൻ്റെ ഗ്രൂപ്പ്, അതിൻ്റെ കാറ്റഗറി, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് വേണം ഒരു സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കാരണം സബ്ജക്റ്റിനെ തുടർന്ന്, കർത്താവിനെ തുടർന്ന് ആ സെൻറ്റൻസിൽ വരുന്ന ബാക്കി ഭാഗങ്ങളെ മുഴുവൻ ലിമിറ്റ് ചെയ്യുന്നത് ഈ സബ്ജക്റ്റാണ്. ഓക്കെ, അതായത് ഒരു സെൻറ്റൻസിൻ്റെ ടോട്ടൽ മീനിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ വി ഷുഡ് ഹാവ് ക്ലിയർലി ഡിഫൈൻഡ് ദ സബ്ജക്റ്റ്. ഇത് നാം പറഞ്ഞ മറ്റൊരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഫൈനലി ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വാട്ട് വി ഹാവ് സെഡ് ഇസ് ദാറ്റ് there should be a complete idea of the subject. Okay, though the subject is a single word or a phrase, hidden behind it is a complete picture. Okay, this is what we have said in the last class. Okay, if you haven't seen any of those videos, I am asking you to go through those videos once again and make sure that you have understood the concept of the subject completely. Okay, അപ്പോൾ ഒരു വാചകത്തിലെ കർത്താവ് എന്ന് പറയുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ കർത്താവ് എന്നുള്ള ഒരൊറ്റ ഘടകത്തെ ആശ്രയിച്ചാണ് ആ വാചകത്തിൻ്റെ അർത്ഥം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു വാചകം എഴുതുന്നതിലെ ഒന്നാമത്തെ ചാലഞ്ച്, ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറയുന്നത് കൃത്യമായ ഒരു സബ്ജക്റ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. Okay, it may not be always a name. We are not always speaking about a name as a subject. We are speaking about an experience. We are speaking about a feeling, okay, or a sensation, or whatever it is. എല്ലായ്പ്പോഴും കർത്താവ് എന്ന് പറയുന്നത് ഒരു പേര് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒരു വാചകത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു പേര് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഒരു പ്രോപ്പർ നൗൺ ആയിക്കൊള്ളണമെന്നില്ല. അത് ഒരു പക്ഷേ ഒരു അനുഭൂതിയെ സൂചിപ്പിക്കുന്നതാവാം, ഒരു വികാരത്തെ സൂചിപ്പിക്കുന്നതാവാം, ഒരു അനുഭവത്തെ സൂചിപ്പിക്കുന്നതാവാം. ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു പേരായിരിക്കാം. അപ്പോൾ ഒരു സബ്ജക്റ്റ്, കർത്താവ് എന്ന് പറയുന്നത് നാം എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ
പറയുന്ന കാര്യമാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് ക്ലിയർ ആയിരിക്കണം, ആ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അങ്ങനെ മാത്രമേ നമുക്കൊരു വാചകത്തിൻ്റെ കർത്താവ് എന്ന ആ ഒരു യൂണിറ്റ് ലിമിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. Okay, and the more specifically limited it is, the more clear the meaning of the sentence. ഓക്കെ, അപ്പോൾ ഒരു വാചകത്തെ നിർണ്ണയിക്കുന്നത്, ഒരു വാചകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, ഒരു വാചകത്തെ അതിൻ്റെ ഡിഫൈൻ ചെയ്ത് നിർവചിക്കുന്നത് അതിലെ കൃത്യമായി അടയാളപ്പെടുത്തിയ സബ്ജക്റ്റാണ്. ഇതാണ് സബ്ജക്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം. അടുത്തതായി നാം ഈ സെൻറ്റൻസിൻ്റെ അടുത്ത പാർട്ടിലേക്ക്, സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് എ പ്രെഡിക്കേറ്റ്. ഓക്കെ, ആൻഡ് വൺസ് വി ഗോ ടു ദിസ് പാർട്ട് വി ആർ സ്പെസിഫിക്കലി ഗെറ്റിംഗ് ഇൻ ടു ദ ഡൊമൈൻ ഓഫ് ഗ്രാമർ ടു. ഓക്കെ, ഇവിടെയാണ് നമ്മൾ വ്യാകരണം എന്നുള്ളത് ശരിക്കും നമ്മളതിനെ അഭിമുഖീകരിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. കാരണം സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിലുള്ള ഒരു എഗ്രീമെൻറ്റ്, അതിനെ ദാറ്റ് ഈസ് ആക്ച്വലി deciphering the balance of meaning, okay, the balance of the condition, okay, within the sentence. Okay, ഒരു വാചകം എന്ന് പറയുന്നതിനകത്തുള്ള ഒരു തുലനാവസ്ഥ, ഒരു വാചകം എന്ന് പറയുന്നതിലെ അർത്ഥത്തിൻ്റെ ഒരു തുലനാവസ്ഥ, അതിനെ നിർണ്ണയിക്കുന്നത് അതിൻ്റെ സബ്ജക്റ്റും അതിൻ്റെ പ്രെഡിക്കേറ്റും തമ്മിലുള്ള പാരസ്പര്യമാണ്, ബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഈ ഒരു പാരസ്പര്യത്തെ നിർണ്ണയിക്കുന്നതിലാണ് ഗ്രാമറിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇറ്റ് ഈസ് എ സ്ഫിയർ വെർ ഗ്രാമർ ഗെറ്റ്സ് ഇൻ. അപ്പോൾ അതുകൊണ്ട് once we start discussing the predicate, we are actually getting into the domain of grammar proper. Okay, please remember this. Now, so we say that a sentence is, of course, a subject and a predicate. Okay, we say it is like that. And the subject, of course, is a name or naming something, and the predicate is consisting of the predicate part is consisting of a verb, which is its most important part, and an object or a complement or an adjunct, we say. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേരുന്നതിനെയാണ് അതിൻ്റെ ഒരു പ്രെഡിക്കേറ്റ് പാർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ once you cut the subject off from the sentence, what remains is the predicate, and the predicate is having a verb and what is complementing the verb. It could be an object, or it could be a complement, or it could be an adjunct. This is what we are going to discuss today. Okay, but before we get into this part, let us see how this verb is complementing the sense of the subject. ഓക്കെ, ഈ വേർബ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവിടെ ഒരു മീനിങ്ങിൻ്റെ ഒരു പാരാമീറ്ററായി മാറുന്നത്, മീനിങ്ങിൻ്റെ ഒരു യൂണിറ്റായി മാറുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. See, we are just trying to analyze a sentence here, or a few sentences, for example, and we will see how meaning is generated in some specific structures. Okay, so let us see. I'm taking a simple example. John, which is our subject here, നമ്മുടെ വാചകത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ജോൺ എന്ന് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ആൻഡ് വി ആർ ഗോയിങ് ടു തിങ്ക് ഓഫ് ഡിഫറെൻറ്റ് വേർബ്സ് കണക്റ്റഡ് വിത്ത് ദിസ്. ഓക്കെ, ഐ സേ ജോൺ writes a book. John writes a book. John talks briskly. Okay, John talks briskly, or John walks slowly. Okay, he talks briskly, he walks slowly, or John weeps sadly. Okay, or John loves Mary. We are
keeping a few examples here. And we see that in these examples, John is the subject element. Okay, ഈ വാചകങ്ങളിൽ എല്ലാം ജോൺ എന്നുള്ളതാണ് സബ്ജക്റ്റ് എന്നുള്ളത്. ഓക്കെ, അതിൽ തുടർന്ന് വരുന്ന കണക്റ്റിംഗ് എലിമെൻ്റ് ആണ് what you call the verb. Okay, we will go to these units in detail later, but please understand the verb is a nucleus of these sentences. Okay, if you take any sentence for that matter, the verb is the nucleus of that sentence. Okay, it is the element which is directing meaning in that utterance. Okay, so we have the verbs here, and what follows is, okay, you have the object or complement or adjunct unit, the object unit you could call. ഓക്കെ, അതിനെ തുടർന്ന് വരുന്ന ഭാഗം, ഈ വേർബും എടുത്തു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് വരുന്ന ഭാഗം അതിൻ്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അത് ഓബ്ജക്റ്റ് ആവാം, ഒരു കോംപ്ലിമെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു അഡ്ജങ്ക്റ്റ് ആവാം. വി വിൽ ഗോ ടു ദാറ്റ് ഡീറ്റെയിൽസ് ലേറ്റർ. ഓക്കെ, because that has to be discussed in detail, each one item. Okay, so we will go to that. Now, look at this. John writes a book, he talks briskly, he walks slowly, he weeps sadly, and he loves Mary. In each of these sentences, one particular picture of John is evolving. Okay, അതിൻ്റെ അർത്ഥം ഈ ഓരോ വാചകങ്ങളിലും if you take this one and this one like that, it is creating one idea of John. ഇവിടെ ജോൺ റൈറ്റ്സ് എ ബുക്ക്, ജോൺ ഒരു പുസ്തകം എഴുതുന്നു എന്ന് പറയുമ്പോൾ ജോൺ ഒരു എഴുത്തുകാരനാണ് എന്നുള്ള ഒരു ഐഡിയ അവിടെ ഉണ്ട്. ഓക്കെ, എഴുത്തുകാരനായ ജോണിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ അവിടെയുണ്ട്. അതേസമയം വെൻ യു ഗോ ടു ദ നെക്സ്റ്റ് വൺ, ജോൺ ടോക്സ് ബ്രിസ്ക്ലി, ആക്ച്വലി ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ ഇല്ലെങ്കിൽ യു ആർ സ്പീക്കിംഗ് ഓഫ് എ ഡിഫറെൻറ്റ് ജോൺ. And that John is defined by his quality of speaking briskly. വളരെ വേഗത്തിൽ, വളരെ തിടുക്കത്തിൽ സംസാരിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ജോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നാമത്തെ ജോൺ പുസ്തകം എഴുതുന്ന ജോണാണെങ്കിൽ രണ്ടാമത്തെ ജോൺ വേഗത്തിൽ സംസാരിക്കുന്ന ജോണാണ്. മൂന്നാമത്തെ ജോൺ വളരെ പതുക്കെ നടക്കുന്ന ജോണാണ്. ഹി വാക്സ് സ്ലോലി, പതുക്കെ നടക്കുന്ന ജോണാണ്. ഇതിൽ നിന്ന് നമ്മളെത്തുന്ന കൺക്ലൂഷൻ, ഈ ഓരോ ജോണും വ്യത്യസ്തരായിട്ടുള്ള ജോൺ ആണ് എന്നാണ്. ഇൻ കേസ് യു ആർ ഇൻസിസ്റ്റിംഗ് ദാറ്റ് യു ആർ സ്പീക്കിംഗ് അബൌട്ട് ദ സെയിം ജോൺ, ദറ്റ് സെയിം ജോൺ ഈസ് ഇവോൾവിങ് ഡിഫറെൻ്റ്ലി ത്രൂ ദ ഡിഫറെൻറ്റ് സെൻറ്റൻസസ്. ഇപ്പോൾ ഇതെല്ലാം ഒരേ ജോണിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് നമ്മുടെ ഒരു തീരുമാനമെങ്കിൽ, അല്ലെങ്കിൽ നാം പറയുന്നത് ഒരേ ജോണിനെ കുറിച്ചാണെങ്കിൽ ആ ജോണിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച്, അയാളുടെ വ്യക്തിത്വത്തിൻ്റെ, അയാളുടെ പേഴ്സണാലിറ്റിയുടെ, അയാളുടെ ക്യാരക്ടറിൻ്റെ വിവിധ തലങ്ങളിലേക്ക് ഈ വാചകങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പറയാൻ കാരണം ഗ്രാമറിനെ സംബന്ധിച്ചുള്ള ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് സ്ട്രക്ചർ ഓറിയൻറ്റഡ്. ഗ്രാമർ എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രക്ചർ ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾ നിർമ്മിക്കുന്ന ഒരു വാചകം, ആ വാചകത്തിനുള്ളിലെ ഒരു വ്യാകരണപരമായ പ്രിൻസിപ്പിൾ എന്താണോ ആ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിലെ മീനിങ് നിലനിൽക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് സ്ട്രക്ചർ ഓറിയൻറ്റഡ്, ഇറ്റ് ഈസ് ഗ്രാമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റഡ്. ഓരോ വാചകവും ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഒരു വാചകത്തിനകത്ത് ഇവിടെ നിന്നാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുമ്പോൾ ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന TG എന്ന് പറയുന്ന ഗ്രാമറിലേക്ക് പോകുന്ന സമയത്ത് സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്ട്രിങ് ഓഫ് സ്ട്രക്ചേഴ്സ്, വാലിഡ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. Okay, we are not going to that now, but this principle has to be understood very clearly. Okay, ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗ്രാമർ നിയമത്തെ അനുസരിക്കുന്നുണ്ട്. ഓക്കെ, ആ പ്രത്യേക ഗ്രാമർ നിയമം, ആ പ്രത്യേക ഗ്രാമർ തത്വമാണ് ആ വാചകത്തിലെ അർത്ഥത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ജനറൽ, ഇറ്റ് ഈസ് സ്പെസിഫിക്, ഇറ്റ് ഈസ് പെർട്ടിക്കുലർ എന്നുള്ളതാണ്. ഓക്കെ, ഒരു വാചകത്തിൽ നാം ഉപയോഗിച്ചിട്ടുള്ള വ്യാകരണ തത്വം ആ വാചകത്തെ സംബന്ധിച്ച് പെർട്ടിക്കുലറാണ്, അതിനെ ജനറലൈസ് ചെയ്യുന്നില്ല, അതിന് പെർട്ടിക്കുലറായിട്ടുള്ളതാണ് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കാനായാണ് നാം ഇത്രയും എക്സാമ്പിൾസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഈ
വാചകത്തിലെ ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിതാണ്, ആർ വി സ്പീക്കിംഗ് അബൌട്ട് ദ സെയിം ജോൺ ഓർ ആർ വി സ്പീക്കിംഗ് അബൌട്ട് ഡിഫറെൻറ്റ് ജോൺസ്? ഓക്കെ, ഇതിലെ കർത്താവായിട്ടുള്ള ജോൺ ഒരേ ജോണാണോ അതോ പല പല ജോണുകളെ കുറിച്ചാണോ നാം പറയുന്നത് എന്നുള്ളതാണ്. ഒരേ ജോൺ ആണെങ്കിൽ ഈ ഓരോ വാചകവും ആ ജോണിൻ്റെ പല തലങ്ങളെക്കുറിച്ച് പറയുന്നു. ഓക്കെ, പല പല ജോണുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ദർ ഈസ് നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. യു ഹാവ് ദ ഫ്രീഡം, വി ഹാവ് ദ ഫ്രീഡം ടു ഡു ദാറ്റ്. യു ക്യാൻ സ്പീക്ക് അബൌട്ട് ഇന്യൂമറബിൾ നമ്പേഴ്സ് ഓഫ് ജോൺസ്. അത് പറയാനുള്ള ഒരു സ്കോപ്പ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ആർ ഡിസൈഡിങ്. ഓക്കെ, നാം എന്തിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് നാം തീരുമാനിക്കുന്നത് നാം ഉപയോഗിക്കുന്ന ഗ്രാമറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് നാം എത്തുന്ന ഒരു നിഗമനം, വൺസ് വി സ്റ്റാർട്ട് ടു ലുക്ക് അറ്റ് ഗ്രാമർ, ദിസ് ഇസ് വൺ ബേസിക് പ്രിമൈസ് ഓൺ വിച്ച് വി ആർ സ്റ്റാർട്ടിങ്, ദറ്റ് ഗ്രാമർ ഈസ് സ്ട്രക്ചർ സ്പെസിഫിക് ആൻഡ് കോഡ് സ്പെസിഫിക്, പ്രിൻസിപ്പൾ സ്പെസിഫിക്. നാം ഉപയോഗിക്കുന്ന സ്ട്രക്ചറിനകത്ത്, നാം ഉദാഹരിക്കുന്ന സ്ട്രക്ചറിനകത്ത് നിലനിൽക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണോ അതിൽ സ്പെസിഫിക് ആണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഗ്രാമറും അതിനെ തുടർന്ന് വരുന്ന അർത്ഥവും എന്നുള്ളതാണ്. ഓക്കെ, സോ വി നീഡ് ടു ബി വെരി വെരി ഷുവർ അബൌട്ട് ദിസ്. ഓക്കെ, ഇൻ നോ കേസ് വി കുഡ് ബി ഡൂയിങ് എവേ വിത്ത് ഗ്രാമാറ്റിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയാനുള്ളൊരു കാരണം കൂടി അതാണ്. ഓക്കെ, അപ്പോൾ ഭാഷ പഠിക്കുന്നതിനകത്ത് ഗ്രാമറിന് പ്രാധാന്യമില്ല. ഗ്രാമറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഭാഷ പഠിക്കാം, അതിൻ്റെ ഉപയോഗം മാത്രമായി പഠിക്കാം എന്ന് പറയുന്നതിൽ വാലിഡിറ്റി ഇല്ല, അതിന് പ്രസക്തി ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. ത്രൂ ഔട്ട് ഭാഷയെ നിയന്ത്രിക്കുന്നതും ഭാഷയെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും ഓക്കെ അതിനെ അടയാളപ്പെടുത്തുന്നതും നിർവചിക്കുന്നതുമെല്ലാം ഗ്രാമറാണ് എന്ന് നാം ഇതിൽ നിന്നും കണ്ടെത്തുകയാണ്, ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിളിൽ നിന്നും കണ്ടെത്തുകയാണ്. ദാറ്റ് ഈസ് വൺ പോയിൻറ്റ് വിച്ച് ഐ വാണ്ട് ടു ക്ലാരിഫൈ നൗ. Now we go to the second thing. Okay, let's look at this. John writes a book എന്ന് നാം എടുത്തിരിക്കുന്നു. John writes a book and it is one sentence we say. John talks briskly, another sentence. John walks slowly, another sentence. ഇവിടെ let us try another exercise here. Let us say John writes a book which is complete. Okay, John writes briskly, John writes slowly, John writes sadly, John writes Mary. Suppose we are having sentences like this, what will happen to our subject? ഇതാണ് ഇതിലെ രണ്ടാമത്തെ പ്രശ്നം. അപ്പരൻ്റ്ലി സിമ്പിളായിട്ടുള്ള, യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ആണ് ഇതെല്ലാം. പക്ഷേ ആ സെൻറ്റൻസിനകത്ത് ഈ ഒരു പോസിബിലിറ്റി കിടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ പറയുന്ന ഈ വേർബ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഹിയർ unlike what we have seen earlier, here we are speaking about the same John and we are speaking about one particular action from his side, one particular condition in which he is, and how that particular condition is defining the different levels of existence, the different conditions of existence in which he finds himself. ജോണിനെ തന്നെ കണ്ടെത്തുന്ന വിവിധ ജീവിതാവസ്ഥകളിൽ ഒരു വേർബ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. Okay, let us look at this. John writes a book, we have no problem. Okay, but when you say John writes briskly, we don't say John writes a book, we say John writes briskly. Okay, വേഗത്തിൽ എഴുതുന്ന ജോൺ, പതുക്കെ എഴുതുന്ന ജോൺ, ദുഃഖിച്ച് എഴുതുന്ന ജോൺ, മേരിയെ എഴുതുന്ന ജോൺ. ഇവിടെ പ്ലീസ് see this, we don't say John writes to Mary, we say John writes Mary. Okay, അവിടെ writes to Mary എന്നുള്ള ഒരു ടു പ്രപ്പോസിഷൻ്റെ ഒരു ഒബ്ജക്റ്റായിട്ട് മേരി എന്ന് അവിടെ വെക്കുകയല്ല ചെയ്യുന്നത്. യു സേ ജോൺ റൈറ്റ്സ് മേരി ഹാസ് എ സ്പെസിഫിക് മീനിങ്. ജോൺ മേരിയെ എഴുതുന്നു എന്നുള്ളതിന് ഫിഗറേറ്റീവായിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു അർത്ഥമാണ്. ജോൺ മേരിയെ എഴുതുന്നു, ജോൺ മേരിയെ കുറിച്ച് എഴുതുന്നു എന്നല്ല നാം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് ലീഡിങ് അസ് ടു എ ഡിഫറെൻറ്റ് പ്രിമൈസ്.
ഓക്കെ, മറ്റൊരു കണ്ടീഷനിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെയും നമ്മുടെ നിഗമനം ഈ ഓരോ സ്ട്രക്ചറിനും അതിൻ്റേതായിട്ടുള്ള ഒരു വ്യാകരണ നിയമമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു വാചകത്തിൽ പ്രവർത്തിക്കുന്ന വ്യാകരണ നിയമം ആ വാചകത്തിൻ്റെ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓക്കെ, ആ നിയമമാണ് ആ വാചകത്തിൻ്റെ സവിശേഷമായ അർത്ഥത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ we haven't discussed this part at all. We are still with this part, the verb part. Now let us look at that. Okay, John writes something and he talks, he walks and he weeps and he loves. Here there is one major difference between the first verb and the rest of the verbs. ഇവിടെ ജോൺ റൈറ്റ്സ് എന്നുള്ളതിനെ ഒരു നമ്മളതിനെ പറയുക ട്രാൻസിറ്റീവ് വേർബ് എന്നാണ് പറയുന്നത്. ബിക്കോസ് വാട്ട് എവർ ജോൺ ഈസ് ഡൂയിങ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ദർ. ഓക്കെ, എ ബുക്ക് എന്നുള്ള ഒബ്ജക്റ്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. റൈറ്റ്സ് എന്നുള്ള വേർബ് ജോൺ ചെയ്യുന്ന കാര്യങ്ങളെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതേസമയം ജോൺ ടോക്സ് അല്ലെങ്കിൽ ജോൺ വാക്സ്, ജോൺ വീപ്സ്, ജോൺ ലവ്സ് എന്നുള്ള ഇത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫറൻസ് അവിടെ നടക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ വേർബുകളും in fact these verbs are intransitive verbs except the first one. Okay, or they are used intransitively. This is something that we have seen earlier also. ഒരു വേർബ് ട്രാൻസിറ്റീവ് ആകുന്നതും ഇൻട്രാൻസിറ്റീവ് ആകുന്നതും ആ പ്രത്യേക വാചകത്തിൻ്റെ ഘടനയെ ആശ്രയിച്ചാണ്. ഓക്കെ, പ്ലീസ് see this, an earlier example which we discussed. Mary sleeps is one sentence. Mary sleeps, her baby is another sentence. Here, sleeps we know is an intransitive verb. Mary ഉറങ്ങുന്നു എന്നുള്ളത് ആ വേർബ് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഷീ ക്യാൻ സ്ലീപ്പ് ബൈ ഹെർ സെൽഫ്. ഓക്കെ, സോ ഇറ്റ്സ് എൻ ഇൻട്രാൻസിറ്റീവ് വേർബ്. പക്ഷേ here we see that the same verb, the same intransitive verb is taking an object. Her baby, അവളുടെ കുട്ടിയെ ഉറക്കുകയാണ് മേരി എന്ന് പറയുമ്പോൾ that becomes കർമ്മം, that becomes object here. Okay, so the same verb can be transitive or intransitive. When it is intransitive, it doesn't take an object. When it is transitively used, it takes an object. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ വീണ്ടും നാം ആദ്യത്തെ നിഗമനത്തിലേക്ക് തന്നെ എത്തുകയാണ്. ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നതിനകത്ത് ഒരു ഗ്രാമാറ്റിക് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദാറ്റ് ഗ്രാമാറ്റിക് പ്രിൻസിപ്പിൾ വിച്ച് ഈസ് എക്സ്ക്ലൂസീവ് ടു ദാറ്റ് സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഒരു വാചകത്തിൻ്റെ ഘടന എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു വാചകം എഴുതുന്ന സമയത്ത് അതിൻ്റെ കർത്താവിനെയും അതിൻ്റെ സബ്ജക്റ്റിനെയും അതിൻ്റെ പ്രെഡിക്കേറ്റിനെയും അതിൻ്റെ ആഖ്യാതത്തെയും എഴുതി കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു വ്യാകരണ നിയമം സ്വാഭാവികമായും പ്രവർത്തിക്കുന്നുണ്ട്. ആ വ്യാകരണ നിയമമാണ് ആ വാചകത്തിൻ്റെ അർത്ഥത്തെ നിർവചിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആ വ്യാകരണ നിയമം, അതിലും പ്രധാനപ്പെട്ട കാര്യം ആ വ്യാകരണ നിയമം ആ വാചകത്തിന് മാത്രം സ്പെസിഫിക് ആണ്, എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ളതാണ്. Okay, we shall go to the next part in the next class. Thank you.